ഇതെങ്ങനെ? കയ്യിൽ ആകപ്പാടെ 2000 രൂപയല്ലേ ഉള്ളൂ. 10,000 രൂപ കൊടുക്കണ്ടേ? ഇത് കൊണ്ടുപോയി വിറ്റോ പണയം വെച്ചോ അനന്തേട്ടന് രൂപ കൊടുത്തേക്ക്. അത് വേണ്ട. ഭാര്യമാരുടെ ആഭരണം വിറ്റ് പുട്ടടിക്കുന്ന ഭർത്താക്കന്മാരുടെ ലിസ്റ്റിലേക്ക് ഞാനില്ല. കുടുംബമാകുമ്പോ വിൽക്കലും വാങ്ങലും ഒക്കെ ഉണ്ടായിരിക്കും. ലീവ് കഴിഞ്ഞു പോകുന്നവരെങ്കിലും മനസ്സമാധാനത്തോടെ ഇവിടെ കഴിയാം. പൊന്നും പണമൊക്കെ ഇനിയും ഉണ്ടാക്കാം. വേണ്ട നിർമ്മല, പ്രശ്നം തീരട്ടെ പ്ലീസ്. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നീ എന്താണ് വായ കുന്തം മുങ്ങിയ മാതിരി ഇങ്ങനെ നിൽക്കണേ? ഇക്കണക്കിന് പോയാ താൻ ഇതിന്റെ അകത്തൊരു പള്ളികൂടി പണിയല്ല. അതിനിപ്പോ നമ്മൾ ചന്ദ്രനിൽ പോയാലും നമ്മൾ നിസ്കാരം മുടക്കൂല. അല്ല അത് പോട്ടെ, നമ്മൾ പൈസ തരുന്ന കാര്യം എന്തായി? കല്യാണ കൃഷ്ണ വെട്ടിലാക്കി പണം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ശരിയാക്കി തരാടാ. പിന്നെ ഒരു കാര്യം, കാശ് കിട്ടിയാൽ ആ നിമിഷം താൻ ഇവിടെ ഇറങ്ങിക്കൊള്ളണം. അല്ല, പിന്നെ താടി മൂടിയും പണ്ടാറും വലിച്ചു കയറ്റുന്നല്ലോ. രക്ഷപ്പെട്ട്. അല്ല നമ്മൾ മറ്റേതും ഉണ്ടല്ലോ. മറ്റേതോ? അല്ല അത് മറന്നോ? ബിരിയാണി ഇഷ്ട. അപ്പൊ അന്ന് ബിരിയാണി ചോദിച്ച ഇയാൾക്ക് വേണ്ടിയാണല്ലേ? വല്ലാഹി ഇന്ന് നേരം വെറുതെ ഒരു തുള്ളി വെള്ളം കൂടി കുടിച്ചില്ല. പട്ടിണി കെട്ടി കൊല്ലാനാണ് എന്റെ പ്ലാന്. എനിക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടണം. അറ്റ്ലീസ്റ്റ് ഒരു കോഴി ബിരിയാണികളും. കിടന്ന് ബഹളം വെക്കല്ലേ. കല്യാണ കൃഷ്ണൻ ഇപ്പൊ പണവുമായി എത്തും. എന്നിട്ട് പോണ വഴി കോഴി ബിരിയാണിയോ നെയ്ച്ചോറോ എന്ത് വേണമെങ്കിലും വാങ്ങി കഴിച്ചോ. ഒറ്റ വെച്ച ആളെ കൂട്ടി എന്നെ നാറ്റിക്കല്ലേ. ഇനി ഒന്നും ചാപ്പിടേണ്ടി വരില്ല എന്റെ അനന്തരാമ. എടാ, നീ എന്നെ ഏമാത്തി ദുട്ട് ശരിയാക്കിയല്ലേ? ആരാടാ ഇയാള്? താൻ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ പറഞ്ഞതാ. താൻ എന്തിനീ മഠത്തിൽ കള്ളവേഷം കെട്ടിക്കേറി? എനിക്കതറിയണം. നമ്മൾ ബാലുശ്ശേരി ബഷീർ, നിങ്ങൾ അമ്പലപ്പറമ്പിൽ നിൽക്കണേ ആഞ്ഞിലി മരം കാണിച്ചിട്ട് ഈ നിൽക്കുന്ന കള്ളപ്പഹൻ എന്നോട് ഉറുപ്പ്യ 10,000 എണ്ണി വാങ്ങി. അവസാനം മരുമില്ല പണവുമില്ല. കുറെ അതിനോട്ട് വട്ടം കറക്കണം. അപ്പടിയാ இந்த ஆளு சொன்னது சரியாடா? சரிதா. அப்படி ஒரு தப்பு பற்றியாச்சு. நீ என்ன காப்பாத்தணும். இந்த விஷயம் யாரும் அறியாது. பணம் கொடுத்து இயாளை பேக் பண்ணணும். ப்ளீஸ் டா. ഗുരുവായൂരപ്പ, ரொம்ப ரொம்ப താങ്ക്സ്. പഴനി ആണ്ടവനെ. ഏതായാലും നീ ഞാനും വെട്ടിലായി. ഇനി രണ്ടുപേരും ഒന്നാ എസ്കേപ്പ് പണിയാ പോതും. തൽക്കാലം മൗനി ബാബ മൗനം പാലിച്ച് ഇവിടെ തന്നെ പടുക്കട്ടും. അനന്തരാമ അണ്ണാ, ഇന്നേലിരുന്ന് ഉൻ ഫ്രണ്ട് ബഷീർക്കും എൻ പൊണ്ടാട്ടി മേരി നിർമ്മലാവുക്കും ഇറച്ചിയും മീനും വാങ്ങിക്കൊടുക്കേണ്ട പൊരുപ്പ് ഉനക്കേതാൻ. പോയി എന്താന്ന് വെച്ചാ വാങ്ങിക്കൊടു. இந்த ஆளை போல சீப் அல்ல நிர்மலா. சிக்கம் பத்தாது. அது வந்து பெரிய ஃபேமிலிடா. அதுக்கு பீஃப் ஃப்ரை தான் வேணும். ஆண்டவா, நீ ஆண்டவான்னு விളിക്കാതെ പടച്ചോൻ ഒരുത്ത നീ പോയി വാങ്ങിട്ട് വാ. വിശക്കണ്. ചെല്. ഇരട്ടി ജോലിയായി. അയ്യോ ശംഭോ മഹാദേവ, ഗിരിജാവല്ലഭ, ലക്ഷ്മീനാരായണ, സീതാരാമ, கோழிக்காலு எப்படா தெரியும்? கோழிக்கு கால் இருக்குமா? அதான் யாரு மாமி இங்க தூக்கி போட்டது? எனக்கு எப்படி தெரியும்? ഒന്നുകിൽ അനന്തരാമൻ അല്ലെങ്കിൽ കല്യാണകൃഷ്ണൻ. രണ്ടിൽ ഒന്നിന്റെ പോണൂലിന്ന് പൊട്ടും. എന്താ പ്രകൃതി ഭംഗി ആസ്വദിക്കാണ്? എനിക്കൊരു അബദ്ധം പറ്റി. എന്തബദ്ധം? ഇന്നലെ രാത്രി ഞാൻ കഴിച്ച ഇറച്ചിയും മീൻ്റെ എല്ലും മുള്ളും ഓർക്കാതെ ഞാൻ ജനലിൽ കൂടെ പുറത്തേക്കിട്ടു. അതിനെന്താ? അത് അമ്മ കണ്ടു. എന്റെ അമ്മ ചതിച്ചോ? കടവേ, ഇതെല്ലാം ഇങ്ങേ ആര് സാപ്പിടുന്നു? എന്നമ്മ കാലത്ത് ഒരു പൂച്ച എന്തോ കടിച്ചു പിടിച്ച് മതില് ചാടി വരണുണ്ടു. അതായിരിക്കും. പൂച്ചയൊന്നുമല്ല, പൂച്ചയുടെ മുഴുവനും കഴിക്കില്ലേ? ആ സമയത്ത് പൂച്ചയ്ക്ക് വിശപ്പില്ലായിരുന്നെങ്കിലോ? മണിയാ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. പൂച്ച, ചക്കിപ്പൂച്ച. ഏയ്, കാക്കയും പൂച്ച ഒന്നല്ല. ഇത് ആരാ കഴിക്കുന്നതെന്ന് എനിക്കറിയാൻ പാട്ടി. ആരടി പറയടേ? നമ്മുടെ അനന്തണ്ണൻ. അല്ലാതാരാ? പോയി ചേർന്നു മാമി, അവൻ സാപ്പിടാതെ. ഞാൻ മാർക്കറ്റിലേക്ക് പോകുമ്പോ ഇറച്ചി മീനും വിൽക്കണ ഹോട്ടലിലേക്ക് അനന്തണ്ണൻ കേറി പോണത് കണ്ടിട്ടുണ്ട്.
குட்டிட்ட பூஜை போல ஏன்டா அப்படி நடக்கிறேன்? അവശകനം പിടിച്ച മുണ്ടം എന്നാ എത്ര നാളായടാ നീ മത്സ്യമാംസാദികൾ സാപ്പിടാൻ തുടങ്ങിയിട്ട്? ഉന്നെ ഞാൻ അരിഞ്ഞിടും മഹാഭാവി. അയ്യോ അമ്മ, അതൊന്നും ഞാൻ കഴിക്കില്ല അമ്മ. അമ്മക്ക് എന്നെ വിശ്വസിക്കാം. இங்க எல்லாருக்கும் ஒரு சந்தேகம். பாவம் மாமி, அவனுக்கு ஒன்றும் தெரியாது. பெரிய தாடி இருந்தா கூட குழந்த மனசு. சும்மா இருடா. என்னடா அது ஒரு கெட்ட மனம் வருதே? என்னடா பொதியில சுவாமிக்கு வேண்டிய பச்சை மருந்துகளாയിരിക്കും. പച്ച മരുന്നൊക്കെ എപ്പടി ചിക്കൻ സ്മെല്ല് വരും? കുഴഞ്ഞോ? കഴിഞ്ഞത് തന്നെ. എന്താ ഇത് മത്സ്യമാംസാദികളോ? ശംഭോ മഹാദേവ, പാപം, മഹാപാപം, ബ്രഹ്മശാപം. ഉടലോടെ സ്വർഗത്ത് പോകാനിരിക്കുന്ന സ്വാമിയുടെ ദേഹത്ത് മത്സ്യമാംസാദികളോ? ഓ കേട്ടടാ അവൻ പറഞ്ഞത്. അനന്തരാമ ഓടി രക്ഷപ്പെട്ടോ? അതൊക്കെ സാധാരണ കിട്ടാറുള്ളതാ. ഒന്ന് പിടിച്ചു മാറ്റുന്നേ. ഇപ്പൊ ഇടപെട്ടാൽ കുളമാകും. നിന്നിക്കോ? നല്ല ഒന്നാം തരം ചിക്കൻ ആയിരുന്നു. ഇനി ഞാൻ എന്ത് കഴിക്കും? സാമ്പാർ സാദം, തൈര് സാദം, കാരക്കുളം. ഒടിഞ്ഞെടുക്കടേ സ്വാമി. എനിക്ക് വേണ്ടത് മുഴുവൻ വന്ന വേറെ മേടിച്ചതാ. മണ്ണില് വീണാലും ചാണകത്തിൽ വീണാലും ഇനി വേറെ കാശില്ല. കൊട്ടുപോയി ഞണ്ണു. അവന് മർമാണി തൈലം വാങ്ങിക്കാൻ പോലും കയ്യിൽ കാശില്ലാത്ത അവസ്ഥയാണ്. ചന്തം നോക്കി നിൽക്കാതെ കൊണ്ടുപോയി കഴിയിട്ടില്ലേ? അങ്ങണ്ട നിന്റെ ശരീരം എണ്ണ കണ്ടിട്ട് കുറെ നാളായല്ലോടെ. കുഴിക്കും തോറും കുടിക്കുന്നു. പണ്ട് ഞാൻ പാലില് മണ്ണര ഇട്ടതിന് പോലീസുകാര് പിടിച്ചോണ്ട് പോയി ഇടിച്ചപ്പം ആശാനെന്നെ ഇങ്ങനെയാണ് തടവിയത്. ബഷീർക്ക, ഇവന്റെ മർമ്മം കാണുന്നില്ലല്ലോ. നല്ലോണം തപ്പി നോക്ക്. കഴുതകൾക്ക് ചിലപ്പോ മർമ്മം കാണൂല. അയ്യോ, പതുക്കെ 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 പതുക്കെ. ആരാ മുഖത്ത് ചിരട്ട കമത്തിയത്? ചിരട്ടല്ലടാ പരട്ടെ, ഞാൻ കയറി ഇരുന്നതാ. ഇതിലൊന്നും ഇല്ലല്ലോടെ പോയി. സൂപ്പിലല്ലേ കൊള്ളാവൂ. ചതിയങ്കയും കുമ്പളങ്ങയാണ് തിന്നണമെങ്കിലും സ്വാമിയുടെ ചേട്ടന്മാർക്ക് നല്ല ആരോഗ്യം. നല്ല വെങ്കല ഇടിയല്ലേ ഇടിച്ചു കളഞ്ഞത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്താണിത്? ഇനി എന്റെ ഈ ശരീരം വെജിറ്റബിൾ ബിരിയാണിക്ക് പോലും കൊള്ളില്ല. നീ ബേജാറാവണ്ട. ഇരുമ്പ് വലിച്ചില്ലെങ്കിൽ നമുക്ക് യൂനാനി പ്രയോഗിക്കാം. അയ്യരെ, തന്റെ ഒരു യുനാനി പോരണ്ട. യൂനാനിയും വലിച്ചില്ലെങ്കിൽ നമുക്ക് ഞവരക്കിഴിയിടാം. കൊല്ലു ഞാൻ ഞവരക്കിഴി. ഒന്നിറങ്ങി പോകുന്നുണ്ടോ? അകത്തേരുന്ന് മറ്റാരും കാണണ്ട. ഒരു ശുദ്ധ ബ്രാഹ്മണൻ താണ്ട നിൽക്കുന്നു. ഒന്ന് ചുമ്മ ഇരടേ. നിന്റെ അപ്പൂപ്പന്റെ കാലമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടല്ലേ നിനക്ക് ഈ തങ്കത്തിന്റെ നിറം കിട്ടിയത്. ബഷീർക്ക, ഇവന്റെ ശരീരം ചിക്കൻ ബിരിയാണിക്ക് പറ്റൂല, കോഴി ബിരിയാണിക്കേ പറ്റൂ.